ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം നമ്മുടെ അടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ കുറച്ച് സ്നാക്സ് മേടിക്കാൻ വേണ്ടി പോയി. അത് റമദാൻ മാസമായിരുന്നു. അത് ആക്ച്വലി ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനത് മേടിക്കാൻ മുമ്പ് എനിക്ക് മുന്നേ ഒരു 2-3 ആൾക്കാർ മേടിക്കാൻ നിൽക്കുന്നുണ്ട്. അതിൽ പ്രായമുള്ള ഒരു ഉണ്ടായിരുന്നു. പുള്ളി കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു 19 റിയാലിൻ്റെ സാധനം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഓർഡർ ചെയ്തിട്ട് പുള്ളിക്കാരൻ ആ കവറ് ഈ കാക്കാക്ക് കൊടുത്തു. കാക്ക കാശ് കൊടുക്കാൻ നേരത്ത് കാക്ക പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവണ കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, നീ എന്താ ആൾക്കാരെ പൊട്ടനാക്കുക, നീ സാധനം എടുത്തെന്ന് അതേ കാശ് കൈകൊണ്ടല്ലേ നീ ആ കാശ് മേടിച്ച് വെക്കണത്, നീ എന്ത് പണിയെ കാണിക്കണമെന്ന് വെച്ചിട്ട് ആൾ പെട്ടെന്ന് അങ്ങോട്ട് ചൂടായി. അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഈ കടയിൽ നിൽക്കുന്ന ആൾക്കാർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും. ആ ഗ്ലൗസ് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ തന്നെയാണ് ഇടുന്നത്. ഇതിട്ടിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഇത് കൊടുക്കണേ ഇല്ല. നമ്മൾ ആ സാധനം എടുത്തവരിന് മേടിക്കണു കഴിക്കണു. നാട്ടിൽ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം നമ്മൾ ഹൈജീനിക്കും കാര്യങ്ങളൊക്കെ നോക്കണത് കൊണ്ട്, ഇപ്പോഴത്തെ കാലം അങ്ങനത്തെ ആയതുകൊണ്ട് അതിന് നമ്മൾ ഇനി കുറച്ച് പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. നമ്മളത് ശ്രദ്ധിക്കണില്ല, നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മൾ ഈ കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ ഹോട്ടലുകാരും ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്കും അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം ഈ കടകളിലൊക്കെ ഒരുപാട് വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരണതാണ്. അവർ ചിലപ്പോൾ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ ആൾക്കാർ ചിലപ്പോൾ പരിപ്പോടെ കയ്യണ്ട് എടുത്തു കൊടുത്ത് ചായ എടുത്തു കൊടുത്ത് കാശും മേടിച്ചിട്ട് നമ്മളെ ആൾക്കാർ നോക്കിയിട്ടുണ്ടാവില്ല. ഇത് വീഡിയോ കാണുമ്പോൾ പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനും ഇപ്പോഴും ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കടക്കാരത് ശ്രദ്ധിക്കണം. അവരത് ഒരു 4-5 പ്ലക്കർ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, പ്ലക്കർ എന്നാന്ന് പറയാ, അതെടുത്തിട്ട് ആ സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലൗസോ ക്യാഷോ ഒന്നും നോക്കാൻ നിൽക്കണില്ലല്ലോ. ആ ഒരു ചെറിയ പൈസയുടെ കാര്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ഒന്നുകൂടിയും പ്രൊഫഷണൽ ആയില്ലേ. ഇതേമാതിരി ഞാനൊരു ദിവസം വേറൊരു കടയിൽ കയറിയപ്പോൾ അതിൻ്റെ അടുത്തിട്ടുള്ള ദിവസങ്ങളിലാട്ടാ ഞാനവിടെ പോയപ്പോൾ അവിടെ 2-3 ഫിലിപ്പിനോസ് വന്നിട്ട്, ലേഡീസും ഒരു 2-3 ആൾക്കാർ ജെൻസൊക്കെ ഉണ്ട്. അവർ വന്നിട്ട് ചായയും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാൻ വന്ന ആള് പുറമെന്ന് ഒരു ഡെലിവറി കൊടുത്തിട്ട് വന്നിട്ട് അതേ കൈയോട്ട് വീണ്ടും ഈ പുള്ളിക്കാരനെ എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ഓണറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ്, കാക്ക ഒന്ന് ശ്രദ്ധിക്കുക, ഇതിപ്പോൾ വേറെ നാഷണാലിറ്റിക്കാരല്ലേ, ഈ പുള്ളി പുറത്തുനിന്ന് ഇപ്പോൾ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തെന്ന് നമുക്കറിയില്ല. അതേ കൈകൊണ്ടാണ് പുള്ളി സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആ ഒരു സാധനം പ്ലക്കർ എടുത്തിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നിങ്ങൾക്ക് അതൊന്നും നന്നാക്കി കൂടെ. ആൾക്കാർ കാണുമ്പോൾ അതൊരു രസമല്ലേ, അതൊരു ഹൈജീനിക്കിന്റെ ഭാഗമല്ലേ വെച്ചു. ഓ ശരി, നീ പറഞ്ഞത് നല്ല കാര്യം, ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പലപ്പോഴും ഇവിടെ ഇപ്പോഴും ഇത് ചെയ്യണില്ല. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് അത് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടിയും ഹൈജീനിക് ആയിട്ട് വൃത്തിയിലും വെടുപ്പോടും കൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനും മേടിക്കാനും കഴിക്കാനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും.